അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആന്റി ഡ്രഗ്സ് റാലിയും ലഹരി വിമുക്ത പ്രതിജ്ഞാ ചടങ്ങും സംഘടിപ്പിച്ചു. വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നൂറുദ്ദീൻ വി.എ. വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പുതിയ സർക്കാരും പോലീസും ചേർന്ന് നടത്തുന്ന തൂഫാന്റെ ഭാഗമായിട്ട് ഒരു മാസക്കാലമായിട്ട് വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റേഷൻ യൂണിറ്റിൽ ഈ തൂഫാൻ റെയ്ഡ് തുടങ്ങിയതിന് ശേഷം 8ഓളം കേസുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ മിക്കവാറും 17, 18, 16 വയസ്സുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം. അപ്പോൾ നമ്മുടെ മയക്കുമരുന്ന് മാഫിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കുട്ടികളെയാണ്. അപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ രാജ്യം, കുടുംബം ഒക്കെ നശിച്ചു പോകും. തുടർന്ന് നടന്ന ആന്റി ഡ്രഗ്സ് റാലി NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും യുവജനങ്ങളിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് റാലി സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ NC അനീജ, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇൻചാർജ് സ്മിത NR, ലതിമോൾ NV, ശശിധരൻ V, സജിത, ലിജിന ജെയിൻ, ദീപ MB, അപർണ V, അങ്കിത, ശ്രുതി TS, രൂപ MB, ഹന്ന അമൽ എന്നിവർ സംസാരിച്ചു. ഇതിൻ്റെ അപ്പുറത്തടക്കം വന്ന് ചിലതൊക്കെ ഈ കച്ചവടവുമായി കഴിഞ്ഞ വർഷം വന്നിരുന്നത് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഇന്ന് അതിനെതിരെ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ പരിപാടി ഓപ്പറേഷൻ തുഫാൻ, അത് നമ്മൾ ഏറ്റെടുത്ത് നിങ്ങളതിൻ്റെ മുഖ്യ സംഘാടകരാവണം. ലഹരിയുടെ വിമുക്ത ലഹരി പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണം.